നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജന്തുക്കളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. സ്തോത്രം. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള സത്യസന്ധവും ആധികാരികവുമായ അറിവ് സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. ആ അറിവിൻ്റെ വെളിപ്പാടാണ് കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അറിവ്. അത് സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നാം വായിച്ചു. മനുഷ്യൻ എന്ന വാക്ക് അല്ലെങ്കിൽ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയെയും പുരുഷനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നാണ്. മനുഷ്യ സൃഷ്ടിയുടെ അടിസ്ഥാനത്തിൽ പുരുഷ മേധാവിത്വമോ സ്ത്രീ മേധാവിത്വമോ ദൈവം നൽകിയിട്ടില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സ്ത്രീ പുരുഷ മേധാവിത്വം അനുവദീയമല്ല. ഞാനിത് സംസാരിക്കുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചാണ്. കുടുംബ പരിപാലനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയെക്കുറിച്ചോ ഒന്നുമല്ല. സ്തോത്രം. മനുഷ്യ സൃഷ്ടിയിൽ ദൈവം മനുഷ്യന് നൽകിയിരുന്ന ജ്ഞാനം, നീതി, വിശുദ്ധി, മേധാവിത്വം എന്നീ ധാർമ്മിക മൂല്യങ്ങൾ മനുഷ്യനിലുള്ള ദൈവസാദൃശ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് വേണം മനസ്സിലാക്കുവാൻ. ദൈവരൂപം ഭൗതികമല്ല, ആത്മീയമാണ്. ഇതിൽ നിന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദൈവം ആത്മാവാണ്. ആത്മാവുള്ള ദൈവസ്വരൂപവും സാദൃശ്യമുള്ള മനുഷ്യനെയാണ്, അതായത് ദൈവസ്വരൂപവും ദൈവസാദൃശ്യമുള്ള മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ സാദൃശ്യമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അതുല്യമായ ബന്ധത്തിന് ആധാരം. ഈ ആത്മീയ സാദൃശ്യമാണ് മനുഷ്യനിൽ പ്രതിഫലിച്ച് കാണുന്ന ഏറ്റവും പ്രകടമായ ദൈവിക സ്വരൂപം. ഈ സാദൃശ്യം മറ്റൊരു ഭൗതിക സൃഷ്ടികളിലും ദൈവം നൽകിയിട്ടില്ല. സ്തോത്രം. നാം വായിച്ച വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അതിനാൽ സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിൽ രൂപത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും പദവിയിൽ വ്യത്യാസമില്ല. ഉൽപ്പത്തി പുസ്തകം 1:27 പറയുന്നത് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പരസ്പരം കൈമാറുവാൻ കഴിയാത്ത രണ്ട് വ്യത്യസ്ത വ്യക്തിത്വം ദൈവം മനുഷ്യന് സൃഷ്ടിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. സ്തോത്രം. മനുഷ്യ സൃഷ്ടിക്ക് ശേഷം ദൈവം അനുഗ്രഹിച്ച മനുഷ്യനോട് പറഞ്ഞത് ലോകം സംരക്ഷിക്കുന്നതിനും അതിനെ അടക്കി വാഴുവാനുമുള്ള അധികാരമാണ് കൊടുത്തത്. ഈ അധികാരം രണ്ടുപേർക്കും ഒരുമിച്ചാണ് നൽകിയത്. അതായത് മനുഷ്യ സൃഷ്ടിയിൽ ദൈവം മനുഷ്യന് പുരുഷ മേധാവിത്വമോ സ്ത്രീ മേധാവിത്വമോ കൊടുക്കാത്തതിനാൽ കുടുംബജീവിതത്തിലും അത് അനുവദീയമല്ല. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 2:18 പറയുന്നത്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയുണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. മനുഷ്യൻ എന്ന പദം ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. സ്തോത്രം. ഇവിടെ സ്ത്രീയും പുരുഷനും ചേർന്ന ഒന്നാണ്. സ്തോത്രം.
അതുകൊണ്ട് പുരുഷൻ തന്നിൽ തന്നെ പൂർണ്ണനല്ലെന്നും സ്ത്രീയും പുരുഷനും ഒരുമിക്കുമ്പോൾ മാത്രമാണ് പൂർത്തീകരണത്തിലെത്തുന്നതെന്നും ഉള്ള ഒരു ധ്വനി ഇതിൽ അന്തർലീനമായിരിക്കുന്നുണ്ട്. സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പുരുഷൻ ദൃക്സാക്ഷിയല്ല. സ്ത്രീയുടെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം ആദാമിന് ഗാഢനിദ്രയിലാക്കിയിരുന്നു. മനുഷ്യൻ്റെ വാരിയലിൽ നിന്നും രൂപപ്പെടുത്തിയ സ്ത്രീയെ പുരുഷൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് ആദാം അറിയുന്നത്, ഇത് എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമാണെന്ന്. അതുകൊണ്ട് അവയുടെ സൃഷ്ടിയിൽ ആദം ദുസ്സാക്ഷിയല്ലായിരുന്നു. മനുഷ്യൻ്റെ വാരിയലിൽ സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ദൈവം എടുത്തു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഏകനായി മാറി. അതായത് സ്തോത്രം, മനുഷ്യനിൽ അന്തർലീനമായിരുന്ന സ്ത്രീ എന്ന ഔവ വേർപെട്ടപ്പോൾ മനുഷ്യൻ ഏകനായി മാറി. അവർ എന്നുള്ളത് അവനായി മാറി. അതുപോലെ തന്നെ ദൈവം മനുഷ്യനിൽ നിന്നും എടുത്ത വാരിയലിൽ ഒരു സ്ത്രീയായി മാറ്റി. ഇവർ ഒരു ശരീരത്തിൽ ആയിരുന്നപ്പോൾ ഏകാന്തതയിലായിരുന്നു. ഈ ഏകാന്തതയുടെ പരിഹാരം ദൈവം വേർപെടുത്തിയ ഇവരുടെ കൂട്ടായ്മയാണ്. സ്തോത്രം. ഇവരുടെ യോജിപ്പാണ്. ഈ കൂട്ടായ്മ സ്ഥാപിതമായത് വിവാഹം എന്ന കൂദാശയിൽ കൂടിയാണ്. ഈ കൂട്ടായ്മ ആദ്യമായത് സ്ഥാപിച്ചത് ദൈവമാണ്. അത് ഏദൻ പർദീസയിൽ. സദൃശ്യവാക്യം 18-ാം അധ്യായത്തിൻ്റെ 22 പറയുന്നത്, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചിരിക്കുന്നു. ഈ രഹസ്യം മനസ്സിലാക്കി മനുഷ്യൻ സന്തോഷം നിറഞ്ഞവനായി ഈ പ്രകാരം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും എൻ്റെ മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നായി എന്ന് പേരാകും എന്ന്. അവയ്ക്ക് പേര് കൊടുത്തതും ആദമാണ്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഇവിടെ ഒരു പ്രത്യേക കാര്യം നാം മനസ്സിലാക്കേണ്ടത്, സ്ത്രീ പുരുഷ ബന്ധം ദൈവത്താൽ സ്ഥാപിതമായതിനാൽ അത് വിശുദ്ധമാണ്. അല്ലാത്ത ഏത് ബന്ധവും പാപമാണ്. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, സ്ത്രീയെ കൂടാതെ പുരുഷനും പുരുഷനെ കൂടാതെ സ്ത്രീയും കുടുംബജീവിതത്തിൽ അപൂർണരാണ്. അതായത് ആദാമിൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും ആദാമിൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന പ്രഖ്യാപനം രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഏകത്വവും ഉത്തരവാദിത്വവും വെളിപ്പെടുത്തുന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തന്നെ ആണും പെണ്ണുമായി വേർതിരിച്ച് രണ്ട് വ്യക്തികളാക്കി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ വാരിയല് നഷ്ടപ്പെട്ടപ്പോൾ, രണ്ട് വ്യക്തികളാക്കിയതിന് ശേഷം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ വാരിയല് നഷ്ടപ്പെട്ടപ്പോൾ അവൻ നരനെന്ന ആദാമായി. മനുഷ്യൻ്റെ വാരിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട നാരി എന്ന സ്ത്രീ അവയായി മാറി. എന്നാൽ ഇവ രണ്ടല്ല, ഒന്നാണെന്ന് ദൈവം കൽപ്പിച്ചു. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 26 പറയുന്നത്, ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. മനുഷ്യരിൽ നിന്ന് എല്ലാ ജനതകളിലുമുള്ള മനുഷ്യരെ ദൈവം ഉളവാക്കി. എല്ലാ ജനതകളിലുമുള്ള എല്ലാവരും ഒരു മനുഷ്യനിൽ നിന്നും ഉണ്ടായതാണ്. ഈ സത്യം നാം മനസ്സിലാക്കണം. അതായത്
ദൈവദൃഷ്ടിയിൽ സ്ത്രീയും പുരുഷനും കുടുംബജീവിതത്തിൽ തുല്യരാണ്. സ്ത്രീയിൽ കൂടി പാപം ഏദനിൽ പ്രവേശിച്ചെങ്കിലും ദൈവം രണ്ടുപേരെയും ഒരുപോലെ ഏദനിൽ നിന്നും പുറത്താക്കി. രണ്ടുപേർക്കും ഒരേ ശിക്ഷയാണ് ദൈവം നൽകിയത്. ആര് തെറ്റ് ചെയ്താലും, ആ ഭാര്യയായാലും ഭർത്താവായാലും, കുറ്റം രണ്ടുപേരുടെയാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ സ്ത്രീ അടിമയെന്നോ പുരുഷൻ സ്വതന്ത്രനെന്നോ ഉള്ള വ്യത്യാസം ദൈവം നൽകിയിട്ടില്ല. രണ്ടുപേരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, പുരുഷൻ തനിക്ക് അനുയോജ്യമായ ഒരു സ്ത്രീയെയോ സ്ത്രീക്ക് തനിക്ക് അനുയോജ്യമായ ഒരു പുരുഷനെയോ കണ്ടുപിടിക്കുകയല്ല ഉത്തമം. ദൈവം നിശ്ചയിച്ച പ്രകാരം ദൈവം തയ്യാറാക്കി കൊടുക്കുന്ന ജീവിത സഖിയെ സ്വീകരിക്കുന്നതാണ് അനുഗ്രഹം. ഭാര്യ തക്കതായ തുണയാണ്, ഇണയല്ല. തക്കതായ തുണ ദൈവത്തിൻ്റെ ദാനമാണ്. മനുഷ്യൻ്റെ വാരികളിൽ ഒന്നെടുത്ത് ദൈവം സ്ത്രീയെ ഉളവാക്കി. സ്തോത്രം. ദൈവം സംജാതമാക്കിയ ജീവിത സഖി ആദം എന്ന പുരുഷൻ്റെ ശരീരഭാഗമാണ് ഹവ്വ. തൻ്റെ വിട്ടുപോയ അല്ലെങ്കിൽ വിട്ടുപോന്ന ആ വാരിയല് എന്ന ഹവ്വ എന്ന സ്ത്രീയോട് ചേരുന്ന ഒരു ജോഡിയാണ് തക്കതായ തുണ. ഇവർക്ക് തമ്മിൽ ഉള്ള തക്കതായ തുണ. സ്തോത്രം. ഇണയല്ല തുണ. സ്തോത്രം. ഇത് നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല തക്ക തുണ. എന്നാൽ ഒരു തുണ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. ആദാമിന് തുല്യമായ ഒരു സ്ത്രീയെ നൽകിയത് ദൈവമാണ്. പുരുഷന് തനിക്ക് അനുയോജ്യമായ ഒരു പുരുഷനെയോ സ്ത്രീയെയോ, അതുപോലെ തന്നെ സ്ത്രീക്ക് തനിക്ക് അനുയോജ്യമായ ഒരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ കണ്ടുപിടിക്കുകയല്ല ഉത്തമം. ദൈവം തയ്യാറാക്കി കൊടുത്ത ജീവിത സഖിയെ സ്വീകരിക്കുന്നതാണ് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹവും സന്തോഷവും. ദൈവമാണ് ഹവ്വയെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തിയത്. അതുകൊണ്ട് ഹവ്വ ദൈവത്തിൻ്റെ മകളാണ്. തൻ്റെ പിതാവാണ് ആദാമിന് ഹവ്വയെ നൽകിയത്. ഹവ്വ തനിക്ക് ഇഷ്ടമുള്ള പുരുഷനെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു. ഹവ്വ സ്വന്തമായി ആദാമിന് തക്ക തുണയായി സമർപ്പിക്കപ്പെടുകയല്ലായിരുന്നു. ദൈവത്താൽ കൂട്ടിയോജിപ്പിക്കപ്പെടുകയായിരുന്നു. ദൈവമാണ് അവരെ കൂട്ടിയോജിപ്പിച്ചത്. അതായത് ഹവ്വ ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടു. കാരണം ഹവ്വ ദൈവം നൽകിയ പുരുഷനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ നടപടി, ദൈവത്തിൻ്റെ തീരുമാനം ഒരു പുരുഷനും സ്ത്രീയും വിനയപൂർവ്വം പ്രാർത്ഥനയോടെ അംഗീകരിക്കുന്നതാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം. ഈ വിജയത്തിനായി ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ